ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ക്ലാസ് 8 മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റാഷണൽ നമ്പേഴ്സാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? ആദ്യം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഫ്രണ്ടിൽ വെക്കണം. എന്നിട്ട് ഞാൻ ഈ പറയുന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഓക്കെ? ഇൻട്രൊഡക്ഷൻ. ഇൻ മാത്തമാറ്റിക്സ് we frequently come across simple equations to be solved. For example, the equation x plus 2 equal to 13. എക്സ് പ്ലസ് 2 ഈക്വൽ ടു 13 എന്നാണുള്ളത്. അപ്പോൾ ഇതിൽ ഈ എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്. ഓക്കെ, LHS. ആൻഡ് ഈ 13 എന്ന് പറയുന്നത് നമുക്ക് RHS, റൈറ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, അപ്പോൾ ഈ എക്സ് പ്ലസ് 2 ഈക്വൽ ടു 13 എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു 13 മൈനസ് 2 എന്ന് വെച്ചാൽ 11. ഓക്കെ, അതാണ് അപ്പോൾ ഇക്വേഷൻ 1. അപ്പോൾ ഈ 11 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പറാണ്. എന്താണ്? നാച്ചുറൽ നമ്പർ. അപ്പം നമ്മൾ പറഞ്ഞു 11 എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പറാണെന്ന്. അപ്പോൾ എന്താണ് ഈ നാച്ചുറൽ നമ്പേഴ്സ്? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 1 മുതൽ പിന്നെ 2, 3, 4 അങ്ങനെ ഇൻഫിനിറ്റി വരെ വരുന്നതാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഇപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു 5. ഈ എക്സ് പ്ലസ് 5 ഈക്വൽ ടു 5 ആണ് ഇക്വേഷൻ 2. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ഈ എക്സ് ഈസ് ഈക്വൽ ടു 5 മൈനസ് 5 ഈസ് ഈക്വൽ ടു 0 ആണ്. ഇപ്പം നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് പറഞ്ഞത് എങ്ങനെയാണ്? 1 തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ നമ്പേഴ്സുമാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞത്. ഇപ്പം നമുക്ക് 0 ആണ് കിട്ടി. അപ്പോൾ അതിനെ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിക്കുമോ? ഇല്ല. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോൾ നമ്പേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഹോൾ നമ്പേഴ്സ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ 0 തൊട്ട് ഇൻഫിനിറ്റി വരെ വരുന്നത് എന്തോ അതിനെയാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫ്രം ഇക്വേഷൻ 2 നമുക്ക് എന്ത് മനസ്സിലായി? എക്സ് ഈക്വൽ ടു 0 വന്നു. അപ്പോൾ ദ സൊല്യൂഷൻ ഗിവ്സ് ദ ഹോൾ നമ്പർ 0. ഇഫ് വി കൺസിഡർ ഓൺലി നാച്ചുറൽ നമ്പേഴ്സ്, ഇക്വേഷൻ 2 cannot be solved. To solve equations like 2, we added a number 0 to the collection of natural numbers to obtain the whole number. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എങ്ങനെയാണ്? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ ഒരു 0 കൂടി കൂട്ടിയാലാണ് നമുക്ക് ഹോൾ നമ്പേഴ്സ് കിട്ടുന്നത്. Even whole numbers will not be sufficient to solve equations of type x plus 18 is equal to 5. അപ്പോൾ തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 18 ഇസ് ഈക്വൽ ടു 5 ആണ്. അപ്പോൾ എന്ത് വരും? എക്സ് ഇസ് ഈക്വൽ ടു 5 മൈനസ് 18 ഇസ് ഈക്വൽ ടു മൈനസ് 13 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ മൈനസ് 13 എന്ന് പറയുന്നത് നമുക്ക് ഇൻറ്റീജർ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇൻറ്റീജേഴ്സ് നമുക്ക് 2 തരത്തിലുണ്ട്. ഒന്ന് പോസിറ്റീവ് ഇൻറ്റീജറും ഉണ്ട്, നെഗറ്റീവ് ഇൻറ്റീജറും ഉണ്ട്. ഓക്കെ, ഈ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1, 2, 3 അങ്ങനെ ഇൻഫിനിറ്റി വരെ വരുന്നതാണ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ -1, -2, -3 അങ്ങനെ വരും. ഓക്കെ, ഈ പോസിറ്റീവ് ഇൻറ്റീജേഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിക്കാൻ പറ്റും. നാച്ചുറൽ നമ്പേഴ്സ്. എന്തുകൊണ്ടാണ്? 1 to ഇൻഫിനിറ്റി വരെ വരുന്നതിന് നമ്മൾ എന്ത് പറയും? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും. അപ്പോൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഇക്വേഷൻ 3 എന്ന് പറയുന്നത് -13 കിട്ടി. അതൊരു ഹോൾ നമ്പർ അല്ല. This leads us to think of integers, positive and negative. Note that positive integers corresponds to natural numbers. അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഇക്വേഷനാണ് 2x ഈക്വൽ ടു 3യും അതേപോലെ ഫിഫ്ത്ത് ഇക്വേഷൻ എന്ന് പറയുന്നത് 5x പ്ലസ് 7 ഇസ് ഈക്വൽ ടു 0യും. For which we cannot find a solution from integers. അപ്പോൾ ഇൻറ്റീജേഴ്സ് വഴി നമുക്ക് എന്ത് കിട്ടില്ല? അതിൻ്റെ സൊല്യൂഷൻ കിട്ടില്ല. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ 2x ഈക്വൽ ടു 3 എന്ന് പറയുന്നത് ഇക്വേഷൻ 4ഉം 5x പ്ലസ് 7 ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഇക്വേഷൻ 5ഉം ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ
ഈ നമ്മൾ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, ഹോൾ നമ്പേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഇൻറ്റീജേഴ്സ് ഉണ്ട്. ഇതൊന്നും വെച്ച് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 2x = 3 എന്ന് പറയുന്നത് x = 3/2. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഡിവിഷൻ വന്നത്? ഇത് മൾട്ടിപ്ലിക്കേഷനാണ്. ഇതെന്ന് വെച്ചാൽ 2 ഇൻറ്റു, കാണുന്നുണ്ടോ? ഇതെന്ന് വെച്ചാൽ 2 ഇൻറ്റു എക്സ് ആണ്. ഈ ഇൻറ്റു വന്നിട്ടുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് പോകുമ്പോൾ അത് ഡിവിഷനായി മാറും. അപ്പോൾ ഇതെങ്ങനെയാണ് വരിക? 5x = -7. ഈ പ്ലസ് സൈൻ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് പോകുമ്പോൾ എന്ത് വരും? നമുക്ക് നെഗറ്റീവ് വരും, -7 വരും. അപ്പോൾ x = -7/5 വരും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റാഷണൽ നമ്പർ എന്ന് വിളിക്കുക. റാഷണൽ നമ്പർ. ഓക്കെ, ഇപ്പം നമ്മൾ എന്ത് പഠിച്ചു? ബേസിക് ഓപ്പറേഷൻസ് ഓഫ് റാഷണൽ നമ്പറാണ് പഠിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് പാർട്ടായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് റാഷണൽ നമ്പേഴ്സാണ്. അപ്പോൾ ഈ ക്ലാസ് ഇത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.